വയനാട്ടിൽ കോൺഗ്രസ് എംഎൽഎമാർക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. പട്ടികവർഗ സംവരണ മണ്ഡലമായ ബത്തേരി, മാനന്തവാടി എന്നിവിടങ്ങളിൽ നിലവിലെ എംഎൽഎമാർക്ക് വീണ്ടും സീറ്റ് നൽകുന്നതിനെതിരെയാണ് പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നത്. ബത്തേരിയിൽ IC ബാലകൃഷ്ണനെതിരെ കുറുവ സമാജവും കോൺഗ്രസ് നേതാക്കളും പരസ്യമായി രംഗത്തെത്തി. വയനാട്ടിൽ കുറുമ സമാജം മേഖലാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയാണ്. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണിവർ. തങ്ങളുടെ സമുദായത്തോട് MLA നീതി പുലർത്തിയില്ലെന്നാണ് ആക്ഷേപം. അദ്ദേഹം സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളോടല്ലാണ്ട് ആദിവാസികളുടെ തന്നെ മറ്റ് ഗോത്രത്തോട് എത്രത്തോളം നീതി പുലർത്തി എന്നുള്ളത് അദ്ദേഹം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. കുറുമർ ഏറെയുള്ള ബത്തേരി മണ്ഡലത്തിൽ ഈ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മത്സരിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിന് നേതൃത്വം നൽകുന്നത് DCC ജനറൽ സെക്രട്ടറിയും കുറുമ സമാജം ജില്ലാ വൈസ് പ്രസിഡന്റുമായ എടക്കൽ മോഹനനും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഏക KPCC ജോയിന്റ് സെക്രട്ടറിയായ MS വിശ്വനാഥനുമാണ്. IC ബാലകൃഷ്ണൻ വീണ്ടും മത്സരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് ഇവർക്കുള്ളത്. സമുദായത്തിന് അത് തിരിച്ചറിവ് വന്നു തുടങ്ങി. പൂർണ്ണമായും ശക്തമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഗോത്രത്തെ പരിഗണിക്കുകയുള്ളൂ എന്ന പൂർണ്ണ ബോധ്യം സമുദായത്തിനുണ്ട്. മന്ത്രിസഭയിലെ ഏക വനിതാംഗമായിരുന്ന ജയലക്ഷ്മിയുടെ സ്ഥാനാർത്ഥിത്വത്തിനും ഭീഷണിയുണ്ട്. മന്ത്രി മറ്റു സമുദായക്കാരോട് വിവേചനം കാണിച്ചെന്നാണ് ആരോപണം. ആദിവാസി ഭൂവിതരണം മുതൽ മറ്റ് ക്ഷേമപദ്ധതികളെല്ലാം നിലച്ചിട്ടും മന്ത്രിക്ക് ഇതിലൊന്നും ഇടപെടാനായില്ലെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ആരോപണം. IC ബാലകൃഷ്ണനും PK ജയലക്ഷ്മിയും കുറിച്ച വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഒരേ സമുദായത്തിൽ നിന്നുള്ളവരെ വീണ്ടും പരിഗണിക്കുന്നതിൽ വിവേചനമുണ്ടെന്ന് കാണിച്ചാണ് ഇവർക്കെതിരെ കോൺഗ്രസിലും ഇതര ആദിവാസി വിഭാഗങ്ങളിലും പ്രതിഷേധമുയർന്നിരിക്കുന്നത്. DCCയിലെ പല പ്രമുഖരുടെയും പിന്തുണയോടുകൂടിയാണ് ഇത്തരം നീക്കങ്ങൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനിൽ അനധികൃത നിയമനങ്ങൾ. രാഷ്ട്രീയ സ്വാധീനത്താൽ മാനദണ്ഡങ്ങൾ മറികടന്ന് അധിക തസ്തികകൾ സൃഷ്ടിച്ചാണ് നിയമനം നടത്തിയിരിക്കുന്നത്. ഹാൻവീവിൽ പുതിയ നിയമനം പാടില്ലെന്ന വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് മറികടന്നാണ് 12 പേരെ നിയമിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വ്യവസായ വകുപ്പിലും അനധികൃത നിയമനങ്ങൾ അതിവേഗം നടക്കുകയാണ്. വ്യവസായ വകുപ്പിന് കീഴിലെ കൈത്തറി വികസന കോർപ്പറേഷനിലാണ് അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നത്. ഇക്കഴിഞ്ഞ 4-ന് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുവെന്നിരിക്കെ ഇതിന് മുൻപത്തെ തീയതിയിൽ തിരക്കിട്ട് ഉത്തരവിറക്കിയാണ് നിയമനം നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ മറികടന്നാണ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുള്ള നിയമനം. സെയിൽസ് അസിസ്റ്റന്റ്, എക്സിക്യൂട്ടീവ്, പാർട്ട് ടൈം സ്വീപ്പർ, വർക്കേഴ്സ് തസ്തികകളിൽ ഉൾപ്പെടെ 12 പേർക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. ഹാൻവീവിന്റെ തിരുവനന്തപുരം, കണ്ണൂർ ഓഫീസുകളിലായി ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 2-ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി ശമ്പള പരിഷ്കരണ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ഹാൻവീവിൽ പുതിയ നിയമനം പാടില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായാണ് താൽപ്പര്യക്കാർക്ക് തിരക്കിട്ട് നിയമനം നൽകിയിരിക്കുന്നത്. KM ഉമേഷ്, കൊച്ചി. ഇരിക്കൂറിൽ KC ജോസഫിനെതിരെ പോസ്റ്ററുകൾ. KC ജോസഫ് ഗോ ബാക്ക്, യുവതലമുറയ്ക്ക് അവസരം നൽകുക എന്നിങ്ങനെയാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അടക്കം പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, KC ജോസഫിനെതിരെ വ്യക്തമായും പോസ്റ്ററിൽ എന്തൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്? ജോഷില. ഈ വാർത്തയിലേക്ക് പിന്നീട് മടങ്ങിയെത്താം. സ്ഥാനാർത്ഥി നിർണയത്തിനായി BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് തീരുമാനിക്കുക. തുടർന്ന് RSS നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടികയിൽ BJP കേന്ദ്ര നേതൃത്വമാണ് അന്തിമ തീരുമാനമെടുക്കുക. BDJS-ന് നൽകുന്ന മണ്ഡലങ്ങൾ സംബന്ധിച്ചും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം ചേരുക. ശോഭാ സുരേന്ദ്രനെതിരായ പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കവും ചർച്ച ചെയ്യും. കാസർഗോഡ് ജില്ലയ്ക്കും അവകാശപ്പെട്ടതാണ് VIP മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഗതകാല സ്മരണകൾ. ഐക്യകേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടും മുൻ മുഖ്യമന്ത്രി EK നായനാരും കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളെയും നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലില്ലാത്ത നീലേശ്വരവും 1977 മുതൽ നിലവിലുള്ള തൃക്കരിപ്പൂരുമാണ് ഈ മണ്ഡലങ്ങൾ.
കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ EMS നമ്പൂതിരിപ്പാട് 1957 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നീലേശ്വരം മണ്ഡലത്തിൽ. ഇപ്പോൾ ഈ പേരിൽ മണ്ഡലം നിലവിലില്ല. നീലേശ്വരം നഗരസഭ ഇപ്പോൾ കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഇപ്പോഴത്തെ പയ്യന്നൂർ, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു അന്നത്തെ നീലേശ്വരം ദ്വയാംഗ മണ്ഡലം. EMSനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന കല്ലളൻ വൈദ്യരും ഇവിടെ നിന്നും വിജയിച്ചു. PSP കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് അന്ന് EMSും കല്ലളൻ വൈദ്യരും വൻ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചത്. EMSന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രവർത്തകരിൽ വലിയ ആവേശം പകർന്നതായി അന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത നീലേശ്വരത്തെ P. അമ്പാടി ഓർമ്മിക്കുന്നു. EMSന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപടി ആളുകളും വരുമല്ലോ, പ്രബലന്മാരായിട്ട് ആളുകൾ, അറിയപ്പെടുന്ന ആളുകളെല്ലാം വരുമല്ലോ. EMS എന്ന് പറഞ്ഞാൽ അത് വലിയ വേദിയായിട്ട് മാറുന്നത്. ഇപ്പം EMS നിരീക്ഷണത്തിന് വന്ന ഒരു പ്രത്യേകതയല്ലേ. അക്കാലത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്നത്തെ പോലെ എളുപ്പമായിരുന്നില്ല. റോഡുകളോ മറ്റു സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. മനസ്സിലായി. പിന്നെ അന്ന് ഇന്നത്തെ ശൈലിക്ക് അവകാശമില്ലല്ലോ. ആദ്യത്തെ കേരളം വന്നാത്ത ആദ്യത്തെ അന്ന് വാഹനം, റോഡില്ല, കാറൊന്നും പോയില്ല, ജീപ്പിലാണ് എല്ലാ പ്രചരണവും ജീപ്പിലാണ്. കേരളത്തിൽ 3 തവണ മുഖ്യമന്ത്രിയായ E.K. നായനാർ 1987 മുഖ്യമന്ത്രിയായത് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച ശേഷമാണ്. 1991 E.K. നായനാർ തൃക്കരിപ്പൂരിൽ നിന്നും വിജയിച്ചു. അത്തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിനൊപ്പം നീലേശ്വരം ഉൾപ്പെടുന്ന ഇന്നത്തെ കാഞ്ഞങ്ങാട് മണ്ഡലവും ഇപ്പോൾ LDFന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മന്ത്രി KP മോഹന്റെ മണ്ഡലമായ കണ്ണൂർ കൂത്തുപറമ്പിൽ ഘടകകക്ഷികൾക്കിടയിൽ അസ്വാരസ്യം വ്യാപകമാകുന്നു. മാതൃകാപരമായ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കിയതായി UDF അവകാശപ്പെടുമ്പോൾ വികസനം തറക്കല്ലിടലിൽ മാത്രമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും 3303 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് INLന്റെ SA പുതിയവളപ്പിലിനെ പരാജയപ്പെടുത്തിയാണ് KP മോഹനൻ എന്ന മന്ത്രിപുത്രൻ നിയമസഭയിലേക്ക് എത്തിയത്. ജനതാദളിന്റെ ഏക MLA എന്ന നിലയിൽ മന്ത്രിസ്ഥാനവും KP മോഹനെ തേടിയെത്തി. മണ്ഡലത്തിന്റെ സമഗ്ര വികസനമായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് MLA എന്നതിലുപരി കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൂടിയായ KP മോഹനൻ. എന്നാൽ പ്രതിപക്ഷ MLAമാരുള്ള തളിപ്പറമ്പ്, മട്ടന്നൂർ മണ്ഡലങ്ങളിൽ 270 കോടി 300 കോടി രൂപ വികസനത്തിനായി ചെലവിട്ടപ്പോൾ മന്ത്രിമണ്ഡലത്തിൽ KP മോഹനൻ ചെലവിട്ടത് 246 കോടി രൂപ മാത്രമാണ്. 10 വർഷം പെരിങ്ങളത്തിന്റെ MLA ആയിട്ടും പിന്നീട് കൂത്തുപറമ്പിന്റെ MLA എന്നതിലുപരി മന്ത്രി കൂടിയായിട്ടും പ്രകടന പത്രികയിൽ പറഞ്ഞ 43 വാഗ്ദാനങ്ങൾ ജലരേഖയായെന്ന ആരോപണമാണ് മണ്ഡലത്തിൽ നിന്നുയരുന്നത്. കണ്ണവം കോളനിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച പോളിടെക്നിക് പാട്യം ഗ്രാമപഞ്ചായത്ത് സ്ഥലം വിട്ടുകൊടുത്തിട്ട് പോലും യാഥാർത്ഥ്യമായില്ല. പാനൂർ, കൂത്തുപറമ്പ് ഗതാഗത പ്രശ്നവും പരിഹരിക്കപ്പെട്ടില്ല. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് പാറ്റേൺ പോലും നടപ്പിലാക്കിയില്ല. പാനൂരിൽ താലൂക്ക് ആശുപത്രിക്കായി പിരിച്ചെടുത്ത തുകയിലടക്കമുള്ള അഴിമതി ആരോപണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് KP മോഹൻ എന്ന മന്ത്രി. താലൂക്ക് ആശുപത്രിക്കായി പിരിച്ചെടുത്ത ഫണ്ട് സംബന്ധിച്ച് വിജിലൻസ് കോടതിയിലും പരാതി എത്തിക്കഴിഞ്ഞു. മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ KP മോഹനന്റെ പേരു തന്നെയാവും UDF മുന്നോട്ട് വയ്ക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയും കഴിഞ്ഞ 3303 വോട്ടിന്റെ ഭൂരിപക്ഷവും താരതമ്യം ചെയ്യുമ്പോൾ മണ്ഡലത്തിൽ ശക്തനായ ഒരു എതിരാളിയുടെ സാന്നിധ്യം KP മോഹനന്റെ അങ്കത്തട്ടിലെ അയോധന മികവിനെ വെട്ടിനിരത്തുമെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. വിപണിയിലുള്ള 350 മരുന്നുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. രോഗശമനത്തിനുള്ള ഫലസിദ്ധി കുറവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മരുന്നുകൾ നിരോധിച്ചത്. നിരോധിച്ചവയിൽ ഫെൻസഡൈൽ കോറസ് ഉൾപ്പെടെ FDC മരുന്നുകളും ഉൾപ്പെടുന്നു. ചുമ, പ്രമേഹം, പനി, ന്യൂമോണിയ എന്നിവയ്ക്കുൾപ്പെടെ മാർക്കറ്റിൽ നിലവിലുള്ള 350 മരുന്നുകളാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ഫെൻസഡൈൽ കോറക്സ് ഉൾപ്പെടെ FDC മരുന്നുകൾ നിരോധന പട്ടികയിൽ വരും. രോഗശമനത്തിനുള്ള ഫലസിദ്ധി കുറവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. നിലവിൽ വിപണിയിലുള്ള മരുന്ന് സുരക്ഷ ഉറപ്പുവരുത്താനാണിതെന്നും അമിത അളവിലുള്ള ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ വിപണിയിലെ മരുന്ന് ലഭ്യത കുറച്ച് വില കൂട്ടാനാണ് സർക്കാർ ശ്രമമെന്ന് വിദഗ്ധർ ആരോപിച്ചു. അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ ഉത്തരവ് നിലവിൽ വന്നു. തിങ്കളാഴ്ച തന്നെ 350 മരുന്നുകളും നിരോധിച്ചതായുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനും സർക്കാർ പുറത്തിറക്കും. നിലവിൽ വിപണിയിലുള്ള മരുന്നുകൾ സർക്കാർ നിരോധിച്ചതോടെ മരുന്ന് കടക്കാരടക്കം വെട്ടിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തീവ്ര വലതുപക്ഷവാദികൾ ഫാസിസം വളർത്തുന്നുവെന്ന് JNUവിലെ പ്രൊഫസർ ഡോക്ടർ AK രാമകൃഷ്ണൻ. അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ ഇത് തിരിച്ചറിഞ്ഞ് ചെറുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ 58ാമത് സംസ്ഥാന സമ്മേളനം ആലുവയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഇന്നസെന്റ് MP, പ്രൊഫസർ AG ഒലീന, KC ഹരികൃഷ്ണൻ, അഡ്വക്കേറ്റ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു.
കൊല്ലത്ത് മാനേജ്മെന്റ് സ്റ്റാഫുകളെ തടഞ്ഞുവെച്ച കശുവണ്ടി തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അറസ്റ്റിലായ സ്ത്രീ തൊഴിലാളികൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം തുടർന്നു. കൊല്ലം പുന്തലത്താഴം സുജാത ഫാക്ടറി തൊഴിലാളികളാണ് താൽക്കാലിക തൊഴിലാളികൾക്ക് മാത്രം ആനുകൂല്യം നൽകാനെത്തിയ മാനേജ്മെന്റ് ജീവനക്കാരെ സ്ഥിരം തൊഴിലാളികൾ CA2വിന്റെ നേതൃത്വത്തിൽ തടഞ്ഞുവെച്ചത്. തങ്ങളറിയാതെ ഫാക്ടറി കൈമാറ്റം ചെയ്യാൻ ഫാക്ടറി ഉടമ ശ്രമിച്ചെന്നും കഴിഞ്ഞ 20 വർഷമായി പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഇവിടെ ജോലിയില്ല. ഒന്ന് രണ്ടാമതെന്ന് പറയുന്നത് ഈ കമ്പനി വിറ്റ് ഞങ്ങളുടെ അവകാശം തന്നിട്ടില്ല, ഞങ്ങൾ കുടിശ്ശികയില്ല. ഞങ്ങളിത് ചോദിച്ച് ഇറങ്ങി മുതലാളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ മുതലാളിയുടെ മോൻ പറയാൻ വയ്യാത്ത വാചകങ്ങളെല്ലാം പറഞ്ഞ് തിരിച്ചു വിട്ട്. ഞങ്ങൾ 10-20 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട അവകാശം ഇവിടെ കിടക്കുകയാണ്. ആ അവകാശം ഞങ്ങൾക്കൊന്നും തരാനില്ലെന്നൊരു മുതലാളിയുടെ മോൻ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ തൊഴിലാളികളും വരും? ഇവിടുത്തെ സ്ഥിരം തൊഴിലാളിയോ ഇവിടുത്തെ യൂണിയൻകാരോ അറിയാതെ ഈ ഫാക്ടറി മറ്റൊരു മുതലാളിക്ക് വിൽക്കുന്നതായിട്ട് എഗ്രിമെൻ്റ് എഴുതി. 15 മുതൽ 20 വർഷം വരെ സ്ഥിരമായി ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ഈ പുതിയൊരു മുതലാളി വാങ്ങിയാൽ ഇവരുടെ ഈ അവകാശം ആര് കൊടുക്കുമെന്നുള്ളതിനെ പറ്റി ഈ മുതലാളിയോ വാങ്ങുന്ന ആളോ ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തൊഴിലാളികൾ അവിടെയും പ്രതിഷേധം തുടർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോടികൾ ചെലവഴിച്ച് ധീരജവാന്മാർക്ക് സ്മാരകം പണിത വിമുക്ത ഭടനെ സർക്കാരും നഗരസഭയും അപമാനിക്കുന്നതായി പരാതി. ആലപ്പുഴ തുമ്പോളിയിൽ AK ഭാസുരകുമാർ എന്ന വിമുക്ത ഭടനാണ് പരാതിക്കാരൻ. തന്റെ സ്വന്തം സ്ഥലത്ത് 1 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച സ്മാരകത്തിന് പതിവിൽ കവിഞ്ഞ കെട്ടിട നികുതി നൽകിയാണ് നഗരസഭ നന്ദി കാട്ടിയത്. 17 വർഷക്കാലം സ്വന്തം രാജ്യത്തിനു വേണ്ടി സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചതിൽ നിന്നും ലഭിച്ച അനുഭവങ്ങളാണ് ആലപ്പുഴ തുമ്പോളി സ്വദേശി ഭാസുരകുമാറിന് വീരമൃത്യു വരിച്ച സൈനികർക്ക് വേണ്ടി ഒരു സ്മാരകം പണിയാൻ പ്രേരണ നൽകിയത്. ദേശീയപാതയോരത്ത് 16 സെന്റ് സ്വന്തം സ്ഥലത്ത് താജ്മഹൽ മോഡലിൽ സ്മാരകവും പണിതു. മുഖ്യമന്ത്രിയും സേനയിലെ ഉയർന്ന വ്യക്തികളും പങ്കെടുത്ത ചടങ്ങിൽ സ്വന്തം പണം മുടക്കി നാടിന് സമർപ്പിച്ച ഈ സ്മാരകത്തിന് കെട്ടിട നികുതി അടക്കമുള്ള ഇളവുകൾ നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ആലപ്പുഴ മുനിസിപ്പൽ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെയും MPയുടെയും ഈ ശുപാർശ കത്തുകൾ ബാധകമായിരുന്നില്ല. സാധാരണ കെട്ടിടത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ തുക ഫൈൻ ഇനത്തിൽ ഇയാൾ ഈടാക്കിയതായാണ് ഭാസുരകുമാർ പറയുന്നത്. മാറി മാറി വന്ന ഭരണകർത്താക്കൾ, മുനിസിപ്പൽ അതോറിറ്റീസ് പറഞ്ഞെങ്കിലും എനിക്ക് നഗരസഭ സെക്രട്ടറി പറയുന്നത് അത് തരാൻ യാതൊരു നിർവാഹമില്ലെന്നാണ് പറയുന്നത്. പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കമുള്ള തുക ഉപയോഗിച്ച് നാടിന് തന്നെ മാതൃകയായ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇദ്ദേഹം പറയുന്നു. പക്ഷേ ഒരു ഇങ്ങനെ ഒരു കടമ ചെയ്തൊരു ആളെ അതൊരു ഇൻസൾട്ടാണ്. പ്രായാധിക്യമായ ഈ ദമ്പതികളുടെ ചികിത്സയ്ക്കും മറ്റും ഉപയോഗിക്കേണ്ട പണമാണ് ഇപ്പോൾ കെട്ടിട നികുതിക്കും മറ്റുമായി ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി മരണപ്പെട്ട 500-ലധികം ജവാന്മാരുടെ ചിത്രങ്ങളും മറ്റുമടക്കമുള്ള സമഗ്ര വിവരങ്ങളുമാണ് ഈ സ്മാരകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തലസ്ഥാനത്ത് കോൺഗ്രസിൽ നിന്നും കൂട്ടരാജി. കോവളം, തിരുവല്ലം ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 100ഓളം പ്രവർത്തകരാണ് രാജിവെച്ചത്. മന്ത്രി VS ശിവകുമാറിന്റെയും DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളിയുടെയും നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജി. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് തിരുവനന്തപുരത്ത് 100ഓളം കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടത്. DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളയുടെയും മന്ത്രി VS ശിവകുമാറിന്റെയും അനുയായികളെ മാത്രമാണ് പുനഃസംഘടനയിൽ DCC സെക്രട്ടറിമാരാക്കിയതെന്ന് കൂട്ടരാജിക്ക് നേതൃത്വം നൽകിയ തിരുവല്ലം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും I ഗ്രൂപ്പ് നേതാവുമായ കല്ലിയൂർ മുരളി ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ലാത്ത ആളുകളാണ് ഇന്നത്തെ പല ജില്ലാ സെക്രട്ടറിമാരും. ശ്രീ VS ശിവകുമാറിന് കരിമീൻ വാങ്ങിക്കൊടുക്കുന്നവനും അയാളുടെ ദിവസവും പോയി മുഖം കാണിക്കുന്നവരും അയാളുടെ വാത്സല്യ പുത്രന്മാരായിട്ടുള്ള ചില ആളുകളെയും ബന്ധുക്കളെയും അഭിഹിതമായി ജില്ലാ സെക്രട്ടറിമാരായി വെച്ചിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ തഴഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തിരുവല്ലം, കോവളം ബ്ലോക്ക് കമ്മിറ്റികളിലെയും കല്ലിയൂർ മണ്ഡലം കമ്മിറ്റിയിലെയും കർഷക കോൺഗ്രസിന്റെയും പ്രധാന ഭാരവാഹികളടക്കമുള്ള പ്രവർത്തകരാണ് കൂട്ടമായി രാജിവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെതിരെ പ്രവർത്തിക്കുമെന്ന് ഇവർ പറയുന്നു. തിരുവനന്തപുരത്ത് UDF വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നേരിടും. അതിന്റെ ഉത്തരവാദിത്വം ശിവകുമാറിനും DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയ്ക്കും തന്നെയായിരിക്കും. പാർട്ടി പുനഃസംഘടനയോടെ തന്നെ ജില്ലയിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയുള്ള പ്രവർത്തകരുടെ കൂട്ടരാജി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.